എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായി ഒരുമിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് 2 ഫയലുകളാണ്. 2 ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾ തിരഞ്ഞെടുത്ത ഫയലായ ഈ ഫയലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് ആദ്യം പറയുന്നത്. ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു. ആ വ്യക്തിയോടൊപ്പം ഒരുമിച്ച് ജീവിക്കാനും ആ വ്യക്തിയിൽ നിങ്ങൾക്ക് ജീവിതം ഉറപ്പിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രതിസന്ധികൾ അലയടിച്ച് നിൽക്കുന്നു. നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം ഒരുമിച്ച് ചേരുന്നതിന് സഹായിക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സാധ്യതയില്ല, അല്ലെങ്കിൽ അത് നടക്കാൻ സാധ്യതയില്ല എന്നുള്ള ഒരു വശം അവിടെ ഉണ്ടാകുന്നു. അതായത് നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒന്നാകുന്നതിന്, ഒരുമിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ടാകുന്നു. ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങൾ, ചില സമയങ്ങൾ, ഇതൊക്കെ നിങ്ങൾക്കെതിരായിട്ട് വരികയും നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ ഒരുമിപ്പിക്കാൻ ചിലർ അനുവദിക്കില്ല എന്ന് ശാഠ്യം പിടിച്ച് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യം നിങ്ങളെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധി തന്നെയാണ്. മനസ്സുരുകി ഇഷ്ടപ്പെടുമ്പോഴും മറ്റെല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ആ വ്യക്തിയെ ഇഷ്ടപ്പെടാനുള്ള നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കുമ്പോഴും ഒരു തടസ്സം, ഒരുപക്ഷെ അത് സാഹചര്യമാകാം, ഒരുപക്ഷെ അത് വ്യക്തികളാകാം, എന്തുമായിക്കൊള്ളട്ടെ, ആ തടസ്സം നിങ്ങളെ ദുഃഖിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ കൃത്യമായ ആ തടസ്സത്തെ ഭയപ്പെടുന്നുണ്ട്. ആ തടസ്സത്തെ ഭയപ്പെടാതെ വയ്യ, കാരണം അതൊരു വലിയ തടസ്സം തന്നെയാണ്. പക്ഷേ നിങ്ങൾക്കതിനെ അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് അതിജീവിക്കാൻ കഴിയണമെങ്കിൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ദൃഢത ഉണ്ടാകണം. ആ ബന്ധത്തിലെ ദൃഢത അനുസരിച്ച് മാത്രമേ നിങ്ങൾക്ക് അതിൽ രക്ഷ നേടാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത പക്ഷം നിങ്ങൾക്കതിൽ നിന്ന് രക്ഷപ്പെട്ടു വരാൻ സാധിക്കാതെ വരും. ആ ബന്ധത്തിലെ ദൃഢത ഇവിടെ ദൃശ്യമാണ്. നിങ്ങൾ തുടക്കത്തിൽ കണ്ടതിന് ശേഷം വീണ്ടും അല്പവും കൂടുതൽ അടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. നിങ്ങളുടെ ബന്ധത്തിലെ 2ാം ഘട്ടത്തിൽ നിങ്ങളുടെ ആ സംശയം മാറും. മാനസികമായി നിങ്ങളും ആ വ്യക്തിയും കൂടുതൽ അടുക്കാൻ പോവുകയാണ്. ഒരു പ്രശ്നത്തിനും, ഒരു വ്യക്തിക്കും, ഒരു സാധ്യതയ്ക്കും, ഒരു സാഹചര്യത്തിനും നിങ്ങളെ തളർത്താനോ അകറ്റാനോ കഴിയാത്ത രീതിയിൽ കൂടുതൽ പരസ്പര ബന്ധിതരായി നിങ്ങൾ മാറുന്ന അവസ്ഥ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അടുത്തതായി ഈ ഫയൽ സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി ഒരു ജീവിതം, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായി മനസ്സറിഞ്ഞൊരു ജീവിതം നിങ്ങൾക്ക് സാധിക്കുമോ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി ഒരുപാട് അലഞ്ഞ് തിരിഞ്ഞ് നടന്നൊരു വ്യക്തിയാണ്. ആരും നിങ്ങളെ ശ്രദ്ധിച്ചിരുന്നില്ല, ആരും നിങ്ങളെ പരിഗണിച്ചിരുന്നില്ല. പക്ഷെ സ്നേഹിക്കാനുള്ള നിങ്ങളുടെ വ്യഗ്രത വളരെ വലുതായിരുന്നു. ആദ്യഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ സ്നേഹിക്കാനായിരുന്നു. പിന്നീട് അത്തരത്തിലൊരു വ്യക്തിയെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ വ്യക്തി നിങ്ങളെ അല്ലാതെ മറ്റാരെയും സ്നേഹിക്കാൻ പാടില്ല, നിങ്ങളെ അല്ലാതെ മറ്റാരെയും ഇഷ്ടപ്പെടാൻ പാടില്ല എന്ന ഒരു വാശി നിങ്ങളിൽ വന്നു. അങ്ങനെ ആ വ്യക്തിയുടെ സ്നേഹം മുഴുവനും നിങ്ങൾ ആഗ്രഹിച്ചു. കൂടുതൽ സ്നേഹത്തിന് വേണ്ടി നിങ്ങൾ നിലകൊണ്ടു. അപ്പോൾ ഒരുപക്ഷെ ആ വ്യക്തിയുടെ മനസ്സിൽ, അതായത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ, നിങ്ങൾ സ്നേഹിക്കുകയല്ല മറിച്ച് അധികാരം കൂടുതൽ സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള ചിന്ത വന്നിട്ടുണ്ടാകാം. ആ ചിന്തയുടെ അടിസ്ഥാനത്തിൽ ആ വ്യക്തി നിങ്ങളെ അകറ്റുന്ന ചില പെരുമാറ്റങ്ങൾ കാണിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അടുപ്പിക്കുന്ന, നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ ഇഷ്ടമുള്ള ചില ആൾക്കാർക്ക് നിങ്ങൾക്ക് പകരമായി
അവരുടെ ആരെങ്കിലുമൊക്കെ വരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി ചിലർ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളല്ലാതെ നിങ്ങളുടെ വ്യക്തി കൂടുതൽ അവർക്ക് ആകർഷകമായ ചില കാര്യങ്ങൾ ചെയ്തു. നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപക്ഷെ അവരുടെ കുതന്ത്രങ്ങളെക്കുറിച്ച് അറിയാതെ അവരായിട്ട് ഒരുമിച്ച് നിൽക്കാൻ ശ്രമിച്ചു. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോടുള്ള ചില വെറുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഒഴിവാക്കാൻ പാതി മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ടോ അവരുടെ ദുസ്വാധീനത്തിൽ അറിയാതെ പെട്ടുപോയതുകൊണ്ടോ അല്ലെങ്കിൽ സ്വമനസ്സാലെയോ അവരിലേക്ക് ഒരു ചായ്വ് വരുത്തി. അത് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ദുഃഖം ഉണ്ടാക്കിയൊരു കാര്യമാണ്. നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാൾ, നിങ്ങളേറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾ, അങ്ങനെ ഒരാളിൽ നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനയുണ്ടായി, ദുഃഖമുണ്ടായി. നിങ്ങൾ മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. ആ പ്രാർത്ഥനകളുടെ ഫലം വരുന്നു. എല്ലാം കഴുകി മെനയാക്കി മാറ്റുന്നു. എല്ലാം കഴുകി പവിത്രമാക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. ജീവിതത്തിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചവർ ഇല്ലാതെ പോവുകയും നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധം എന്നെന്നും ദൃഢമായി ഇരിക്കുകയും ചെയ്യുന്നു. അതാണ് കാണുന്നത്. കരയും കടലും പോലത്തെ എന്നെന്നും പരസ്പരം ബന്ധിതമാകുന്ന, പരസ്പരം കാണേണ്ടി വരുന്ന ഒരു ബന്ധത്തിലേക്ക് നിങ്ങളെത്തുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും വിജയിക്കും. പക്ഷേ ഇതുപോലുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിലുടനീളം സഹിക്കേണ്ടി വരും, അതിലൂടെ കടന്നു പോകേണ്ടി വരും എന്നുള്ളതൊരു സത്യം തന്നെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം.